റോബർട്ട് ഗ്രീനിന്റെ ദി 48 ലോസ് ഓഫ് പവർ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കുക. ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഇത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ നിയമം നല്ലതിന് മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമത്തിന്റെ കാതൽ എന്തെന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും നീക്കങ്ങളും മുൻകൂട്ടി ആരെയും അറിയിക്കരുത്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനമാകുന്നത്? നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കുമ്പോൾ നിങ്ങൾ അടുത്തതായി എന്തുചെയ്യുമെന്ന് മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ കഴിയില്ല. ഇത് അവരെ ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. പ്രവചനാതീതനായ ഒരാൾക്ക് എപ്പോഴും ഒരു മുൻതൂക്കമുണ്ട്. ഇതുമൂലം ഉള്ള ചില പ്രയോജനങ്ങൾ: 1. പ്രതിരോധം ഒഴിവാക്കാം. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം വെളിപ്പെടുത്തിയാൽ ആ ലക്ഷ്യം നേടുന്നതിൽ താൽപ്പര്യമില്ലാത്തവർ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നവർ നിങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ അവ്യക്തമാണെങ്കിൽ എതിരാളികൾക്ക് ആസൂത്രണം ചെയ്യാനോ പ്രതിരോധിക്കാനോ മതിയായ വിവരങ്ങൾ ലഭിക്കില്ല. 2. തെറ്റിദ്ധാരണ വരുന്നത് സഹായിക്കും. നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കുന്നതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. അവർ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം നേടുന്നു. ഇത് ഒരു മാന്ത്രികന്റെ തന്ത്രം പോലെയാണ്. ഒരു കൈയിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മറ്റേ കൈയിൽ മാന്ത്രികൻ കാര്യങ്ങൾ ചെയ്യുന്നു. 3. സമയം ലഭിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്താതെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ കൂടുതൽ സമയം ലഭിക്കും. മറ്റുള്ളവർക്ക് നിങ്ങളുടെ പദ്ധതി മനസ്സിലാക്കാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിരിക്കും. 4. ചതിയും വഞ്ചനയിൽ നിന്നും രക്ഷപ്പെടാം. ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കുന്നത് ഒരുതരം തന്ത്രമായി ഉപയോഗിക്കാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒന്ന് ചെയ്യുക. ഇത് നിങ്ങളുടെ എതിരാളികളെ ഞെട്ടിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യും. ഈ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പരിശോധിക്കാം. വാക്കുകൾ കുറയ്ക്കുക. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിങ്ങളുടെ യഥാർത്ഥ ചിന്തകളോ പദ്ധതികളോ വെളിപ്പെടുത്താതിരിക്കുക. ആളുകൾ നിങ്ങളെക്കുറിച്ച് അനുമാനങ്ങൾ ഉണ്ടാക്കാൻ അനുവദിക്കുക, പക്ഷേ അവർക്ക് വ്യക്തമായ സൂചനകൾ നൽകരുത്. അവ്യക്തമായി സംസാരിക്കുക. നിങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവ്യക്തമായ മറുപടികൾ നൽകുക. നോക്കാം, ചിലപ്പോൾ, സാഹചര്യങ്ങൾ അനുസരിച്ച് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ ഊഹിക്കാൻ പ്രേരിപ്പിക്കുക. തെറ്റായ വഴികാട്ടുക. ആളുകൾക്ക് തെറ്റായ സൂചനകൾ നൽകുക. ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി നടിക്കുക, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരിക്കണം. നിഷ്കളങ്കമായി തോന്നിക്കുക. നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ വളരെ ലളിതമാണെന്നും നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ലെന്നും ആളുകളെ വിശ്വസിപ്പിക്കുക. ഇത് ആളുകളുടെ ജാഗ്രത കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണങ്ങൾ: ഒരു രാഷ്ട്രീയക്കാരൻ ഒരു വലിയ നയം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാതെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ജനങ്ങളെയും എതിരാളികളെയും തെറ്റിദ്ധരിപ്പിച്ച് ഒടുവിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നത്. ഒരു ബിസിനസ്സിൽ ഒരു കമ്പനി ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കാൻ പദ്ധതിയിടുമ്പോൾ അതിന്റെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും എതിരാളികൾക്ക് സൂചനകൾ നൽകാതെ പെട്ടെന്ന് ഉൽപ്പന്നം പുറത്തിറക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഈ നിയമം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് മറ്റുള്ളവരിൽ അവിശ്വാസം ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സാഹചര്യം അനുസരിച്ച് ഇത് വിവേകപൂർവ്വം ഉപയോഗിക്കുക. അധികാരം നേടാനും നിലനിർത്താനുമുള്ള തന്ത്രമായാണ് റോബർട്ട് ഗ്രീൻ ഇത് അവതരിപ്പിക്കുന്നത്, അല്ലാതെ എല്ലായ്പ്പോഴും പാലിക്കേണ്ട ഒരു ധാർമ്മിക നിയമമായിട്ടല്ല. അതിനാൽ വേട്ടക്കാരന്റെ ഇരയാവാതെ ഇരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. സിനിമകളിലെയും ചരിത്രത്തിലെയും സംഭവങ്ങളെ ആസ്പദമാക്കി കുറച്ചു ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 1. ദി ഗോഡ്ഫാദർ. Kindly ഡോൺ subscribe. കോർലിയോണി തന്റെ മകൻ മൈക്കിളിനെ തന്റെ പിൻഗാമിയാക്കണമെന്ന് രഹസ്യമായി ആഗ്രഹിച്ചിരുന്നെങ്കിലും തുടക്കത്തിൽ മൈക്കിൾ കുടുംബ ബിസിനസ്സിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയും സാധാരണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഡോൺ തന്റെ ആഗ്രഹം നേരിട്ട് വെളിപ്പെടുത്താതെ തനിക്കെതിരെ നടന്ന വധശ്രമത്തെയും പിന്നീട് നടന്ന സംഭവങ്ങളെയും മൈക്കിളിന്റെ ഇടപെടലുകളെയും തന്ത്രപരമായി ഉപയോഗിച്ച് പതിയെ പതിയെ മൈക്കിളിനെ കുടുംബത്തിന്റെ ക്രൂരമായ ലോകത്തേക്ക് വലിച്ചിഴച്ചു. മൈക്കിൾ പിന്നീട് കുടുംബത്തിന്റെ തലപ്പത്ത് എത്തുകയും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എല്ലാ എതിരാളികളെയും ഉന്മൂലനം ചെയ്യുകയും ചെയ്തപ്പോൾ മാത്രമാണ് ഡോണിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വ്യക്തമായത്. Kindly 2. subscribe. ഷോഷാങ്ക് റിഡംപ്ഷൻ. ആൻഡി ഡുഫ്രെയിൻ ഷോഷാങ്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്റെ പദ്ധതികൾ വർഷങ്ങളോളം രഹസ്യമായി സൂക്ഷിച്ചു. എല്ലാവരും അയാൾ ഒരു സാധാരണ തടവുകാരനാണെന്നും ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ മാത്രമാണ് താൽപ്പര്യമെന്നും വിശ്വസിച്ചു.
ആണ്ടി രാത്രികളിൽ രഹസ്യമായി ഭിത്തി തുറക്കുകയും പകൽ സമയത്ത് ജയിൽ അധികാരികൾക്ക് നികുതി സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്ത് അവരുടെ വിശ്വാസം നേടി. വർഷങ്ങളോളം ആരും സംശയിക്കാത്ത ഒരു പദ്ധതിയിലൂടെ തന്റെ യഥാർത്ഥ ഉദ്ദേശ്യം മറച്ചുവെച്ച് ഒടുവിൽ അയാൾ സ്വാതന്ത്ര്യം നേടി. 3. ദി ഡാർക്ക് നൈറ്റ്. ജോക്കർ തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഗോതം നഗരത്തിൽ അരാജകത്വം സൃഷ്ടിക്കുക എന്നത് ഒരിക്കലും വ്യക്തമായി വെളിപ്പെടുത്തിയില്ല. ഓരോ നീക്കവും അടുത്തത് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത വിധം അവൻ നിഗൂഢമാക്കി. ബാറ്റ്മാൻ പോലും അവന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കാൻ പാടുപെട്ടു. ജോക്കർ തന്റെ പദ്ധതികൾ വെളിപ്പെടുത്താത്തതുകൊണ്ട് നഗരത്തിലെ ജനങ്ങൾക്കും അധികാരികൾക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല, കാരണം അവർ എന്തിനെയാണ് നേരിടുന്നതെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. 4. ടോയ് സ്റ്റോറി 3. കളിപ്പാട്ടങ്ങളുടെ സ്വേച്ഛാധിപതിയായിരുന്നെങ്കിലും തുടക്കത്തിൽ ഒടിയുടെയും കൂട്ടുകാരുടെയും മുന്നിൽ വളരെ ദയയും സ്വാഗതാർഹനുമായി അഭിനയിച്ചു. തങ്ങളുടെ പുതിയ ജീവിതം സന്തോഷകരമാകുമെന്ന് ഒടിയെയും കൂട്ടരെയും അവൻ വിശ്വസിപ്പിച്ചു. ലോട്ടസോയുടെ യഥാർത്ഥ ഉദ്ദേശ്യം പുതിയ കളിപ്പാട്ടങ്ങളെ ദയയില്ലാത്ത കുട്ടികളുടെ അടുക്കൽ എറിഞ്ഞുകൊടുത്ത് ക്രൂരമായി ഭരിക്കുക മറച്ചുവെച്ചുകൊണ്ട് അവൻ വളരെ തന്ത്രപരമായി ഒടിയെയും സുഹൃത്തുക്കളെയും കെണിയിലാക്കി. 5. ജൂലിയസ് സീസറിന്റെ അധികാരം പിടിച്ചെടുക്കൽ ചരിത്രം. റോമൻ റിപ്പബ്ലിക്കിൽ ജൂലിയസ് സീസർ അധികാരം പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം തന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഏകാധിപതിയാകുക നേരിട്ട് പ്രഖ്യാപിച്ചില്ല. പകരം റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനും എന്ന വ്യാജേന അദ്ദേഹം സൈനിക ശക്തിയും ജനസ്വാധീനവും വർദ്ധിപ്പിച്ചു. സെനറ്റും എതിരാളികളും അദ്ദേഹത്തിന്റെ ഓരോ നീക്കത്തെയും സംശയിച്ചെങ്കിലും അദ്ദേഹം തന്റെ യഥാർത്ഥ ഉദ്ദേശ്യം വെളിപ്പെടുത്താത്തതുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ അവർക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം റോമിന്റെ ഏകഛത്രാധിപതിയായി. 6. ട്രോജൻ ഹോഴ്സ് പുരാണം ചരിത്രം. ട്രോയ് നഗരം പിടിച്ചെടുക്കാൻ ഗ്രീക്കുകാർ ഉപയോഗിച്ച ട്രോജൻ ഹോഴ്സ് ട്രോജൻ കുതിര ഈ നിയമത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഗ്രീക്കുകാർ ട്രോജൻ കുതിരയെ സമാധാന സമ്മാനമായി ട്രോജന്മാർക്ക് സമർപ്പിച്ചപ്പോൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശ്യം നഗരത്തിലേക്ക് സൈനികരെ കടത്തിവിടുക പൂർണ്ണമായും മറച്ചുവെച്ചു. ട്രോജന്മാർ കുതിരയെ നഗരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ മാത്രമാണ് ഗ്രീക്കുകാരുടെ യഥാർത്ഥ പദ്ധതി വെളിപ്പെട്ടത്. അപ്പോഴേക്കും ട്രോയിയുടെ പതനം ഉറപ്പായിരുന്നു. 7. നെപ്പോളിയൻ ബോണപാർട്ടിന്റെ തന്ത്രങ്ങൾ ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട് പലപ്പോഴും തന്റെ സൈനിക നീക്കങ്ങളിൽ ഈ നിയമം പ്രയോഗിച്ചു. തന്റെ യഥാർത്ഥ ലക്ഷ്യം എവിടെയാണെന്ന് എതിരാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ അദ്ദേഹം ചെറിയ സംഘങ്ങളെയും ഡമ്മി നീക്കങ്ങളെയും ഉപയോഗിച്ചു. സൈന്യം ഒരു ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് വരുത്തിത്തീർക്കുകയും എന്നാൽ പെട്ടെന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിഞ്ഞ് എതിരാളികളെ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യങ്ങൾ മറച്ചുവെക്കുന്ന ഈ തന്ത്രം അദ്ദേഹത്തിന് പല യുദ്ധങ്ങളിലും വിജയം നേടാൻ സഹായിച്ചു. 8. ചൈനയിലെ സൺ ടെസുവിന്റെ യുദ്ധതന്ത്രങ്ങൾ ചരിത്രം സൈനിക തത്വചിന്ത. സൺ ടെസുവിന്റെ ദി ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിലെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ് ചതിയും വഞ്ചനയും യുദ്ധത്തിന്റെ കാതലാണ് എന്നത്. ശത്രുവിന് തന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ വെളിപ്പെടുത്തരുത്, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ആശയക്കുഴപ്പത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ തത്വത്തിന്റെ അടിസ്ഥാനം. നിങ്ങൾ ദുർബലനാണെന്ന് ശത്രുവിനെ വിശ്വസിപ്പിക്കുക, എന്നാൽ നിങ്ങൾ ശക്തനാണ്. നിങ്ങൾ ഒരു ദിശയിലേക്ക് നീങ്ങുകയാണെന്ന് വരുത്തിത്തീർക്കുക, എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മറ്റൊന്നായിരിക്കണം. 9. ദി സൈലൻസ് ഓഫ് ദി ലാംബ്സ്. തന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ സ്വന്തം സ്വാതന്ത്ര്യം നേടുക ഒരിക്കലും നേരിട്ട് വെളിപ്പെടുത്താതെ പകരം അവൾക്ക് ബഫല്ലോ ബില്ലിനെ കണ്ടെത്താനുള്ള സൂചനകൾ നൽകുന്നതിലൂടെ അവളെ സഹായിക്കുന്നതായി നടിച്ചു. ക്ലാരീസ് അവന്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് ബഫല്ലോ ബില്ലിനെ തേടിപ്പോയപ്പോൾ ഹാനിബാൾ തന്റെ യഥാർത്ഥ പദ്ധതി നടപ്പിലാക്കുകയും തടവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. 10. ദി യൂഷ്വൽ സസ്പെക്ട്സ്. കീസർ സോസെ എന്ന യഥാർത്ഥ പ്രതി പോലീസ് ചോദ്യം ചെയ്യലിൽ ഒരു വികലാംഗനും ദുർബലനുമായ സാക്ഷിയായി അഭിനയിച്ചു. താനൊരു ചെറിയ കുറ്റവാളിയാണെന്നും തനിക്ക് കീസർ സോസെ എന്ന യഥാർത്ഥ ക്രൈം ബോസിനെക്കുറിച്ച് ഭയമുണ്ടെന്നും അയാൾ പോലീസിനെ വിശ്വസിപ്പിച്ചു. തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും ഉദ്ദേശ്യങ്ങളും പൂർണ്ണമായും മറച്ചുവെച്ചുകൊണ്ട് പോലീസ് കഥയുണ്ടാക്കാൻ ആവശ്യപ്പെട്ട ചെറിയ വിവരങ്ങൾ വെച്ച് ഒരു കെട്ടിച്ചമച്ച കഥയുണ്ടാക്കി. അവസാനം അയാൾ ചോദ്യം ചെയ്യൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയും തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് പോലീസിന് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായത്. കഥ 11. ചതിയുടെ വല. ഒരു കൊട്ടാരത്തിലെ ഗൂഢാലോചന. പണ്ട് സമ്പൽസമൃദ്ധമായ വിക്രമാദിത്യ രാജ്യത്തിന്റെ സിംഹാസനത്തിൽ രോഗിയായ മഹാരാജാവ് രത്നവർമ്മൻ ഇരുന്നു. അദ്ദേഹത്തിന് ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യുവരാജകുമാരി മീനാക്ഷി. ഭരണകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് മഹാരാജാവിന്റെ വിശ്വസ്തനായ ഉപദേഷ്ടാവ് ചാതുര്യക്കാരനായ ആചാര്യ വിശ്വംഭരൻ ആയിരുന്നു. വിശ്വംഭരൻ പ്രായത്തിൽ മുതിർന്നതും അഗാധമായ അറിവുള്ളവനുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ സിംഹാസനം എന്ന അതിമോഹം ഒളിഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു.
വിശ്വംഭരൻ തന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ സിംഹാസനം കൈവശപ്പെടുത്തുക ആരെയും അറിയിച്ചില്ല. പകരം അദ്ദേഹം തന്റെ ഓരോ നീക്കവും മഹാരാജാവിന്റെയും രാജ്യത്തിന്റെയും ക്ഷേമത്തിന് വേണ്ടി എന്ന രീതിയിൽ അവതരിപ്പിച്ചു. മഹാരാജാവിന്റെ രോഗം മൂർച്ഛിച്ചപ്പോൾ ഭരണത്തിന്റെ ഭൂരിഭാഗം ചുമതലകളും വിശ്വംഭരൻ ഏറ്റെടുത്തു. അദ്ദേഹം സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുകയും പുതിയ നികുതി നയങ്ങൾ നടപ്പിലാക്കുകയും ജനങ്ങൾക്കിടയിൽ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം അദ്ദേഹം ചെയ്തത് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ എന്ന പേരിൽ ആയിരുന്നു. ആരും അദ്ദേഹത്തെ സംശയിച്ചില്ല. എല്ലാവരും അദ്ദേഹത്തെ വിശ്വസ്തനായ ഒരു ഭൃത്യനായി കണ്ടു. കൊട്ടാരത്തിൽ ഒരു പുതിയ സേനാനായകന്റെ ആവശ്യകത വന്നപ്പോൾ വിശ്വംഭരൻ തന്റെ വിശ്വസ്തനായ സേനാപതിയായ വീർസിംഗിനെ നിയമിച്ചു. വീർസിംഗ് വിശ്വംഭരനോട് പൂർണ്ണമായി കൂറുള്ളവനായിരുന്നു. പക്ഷേ അവന്റെ ഈ നിയമനം മഹാരാജാവിന് പോലും വിശ്വംഭരന്റെ തന്ത്രങ്ങളുടെ ഒരു സൂചനയും നൽകിയില്ല. ഇത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് വിശ്വംഭരൻ വാദിച്ചു. മഹാരാജാവ് അത് അംഗീകരിച്ചു. യുവരാജകുമാരി മീനാക്ഷിക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വന്നപ്പോൾ വിശ്വംഭരൻ അവളെ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹം അവളെ പഠിപ്പിച്ചത് യഥാർത്ഥ അധികാരം എങ്ങനെ നേടാമെന്നോ തന്ത്രങ്ങൾ മെനയുന്നതിനെക്കുറിച്ചോ ആയിരുന്നില്ല. പകരം ഭരണം എന്നത് വെറും നിയമങ്ങളും ചട്ടങ്ങളും മാത്രമാണെന്ന് അദ്ദേഹം അവളെ വിശ്വസിപ്പിച്ചു. അവളുടെ യഥാർത്ഥ കഴിവുകൾ മറച്ചുവെക്കാനും അവളെ ഒരു ദുർബലയായ ഭരണാധികാരിയാക്കി മാറ്റാനുമായിരുന്നു അവന്റെ യഥാർത്ഥ ലക്ഷ്യം. മീനാക്ഷിക്ക് തന്റെ കഴിവുകളിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും എല്ലാ കാര്യങ്ങൾക്കും വിശ്വംഭരനെ ആശ്രയിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ വിശ്വംഭരൻ ഒരു പുതിയ നിയമനിർമ്മാണം കൊണ്ടുവന്നു. മഹാരാജാവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ഭരണപരമായ കാര്യങ്ങളിൽ താൽക്കാലികമായി ഒരു പ്രൊട്ടക്ടർ ഉണ്ടാക്കണം എന്നതായിരുന്നു ആ നിയമം. ഈ നിയമം രാജ്യത്തിന്റെ സുസ്ഥിരക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ആരും അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ തിരിച്ചറിഞ്ഞില്ല. മഹാരാജാവ് പോലും ഇത് തന്റെയും രാജ്യത്തിന്റെയും നന്മക്കാണെന്ന് വിശ്വസിച്ചു. ഈ നിയമം പാസായതോടെ വിശ്വംഭരൻ രാജ്യത്തിന്റെ പ്രൊട്ടക്ടർ ആയി സ്വയം പ്രഖ്യാപിച്ചു. ഫലത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ അധികാരവും അവന്റെ കൈകളിലായി. മഹാരാജാവിന്റെ ആരോഗ്യം തീരെ മോശമായപ്പോൾ വിശ്വംഭരൻ തന്റെ അവസാനത്തെ നീക്കം നടത്തി. മഹാരാജാവ് ഒരു വസീയത്ത് എഴുതിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൽ രാജ്യഭാരം തനിക്ക് കൈമാറിയതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വസീയത്ത് വ്യാജമാണെന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ തെളിവുകളും വിശ്വംഭരൻ തന്ത്രപരമായി നശിപ്പിച്ചിരുന്നു. യുവരാജകുമാരിക്ക് ഒരു നീക്കവും നടത്താൻ കഴിഞ്ഞില്ല. കാരണം അവൾക്ക് അധികാരത്തെക്കുറിച്ചോ തന്ത്രങ്ങളെക്കുറിച്ചോ ഒരു ധാരണയുമുണ്ടായിരുന്നില്ല. കൂടാതെ അവളെ പിന്തുണക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഇവിടെ വിശ്വംഭരൻ തന്റെ യഥാർത്ഥ ഉദ്ദേശ്യങ്ങൾ ഓരോ ഘട്ടത്തിലും വിജയകരമായി മറച്ചുവെച്ചു. അവൻ തന്റെ ലക്ഷ്യം നേടാൻ വേണ്ടി ചെറിയ ചെറിയ നീക്കങ്ങൾ നടത്തുകയും ഓരോ നീക്കത്തെയും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് വരുത്തിത്തീർക്കുകയും ചെയ്തു. അവൻ തന്റെ എതിരാളികളെ മഹാരാജാവിനെയും മീനാക്ഷിയെയും തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്ക് എതിരെ നീങ്ങാൻ ഒരു അവസരം പോലും നൽകാതിരിക്കുകയും ചെയ്തു. ഒടുവിൽ ആരും സംശയിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവൻ സിംഹാസനം കൈയടക്കി. ഈ കഥയിൽ വിശ്വംഭരൻ തന്റെ ആത്യന്തിക ലക്ഷ്യം മറച്ചുവെച്ച് മറ്റുള്ളവരെ തനിക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും അവസാനം അധികാരം നേടുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും.